മനോരമയ്ക്കും സതീശനും ഒരേ ശബ്ദമാണ്. ഇത് പറയുമ്പോൾ ചിലർക്ക് സംശയമുണ്ടാകും, വെറുതെ സതീശനെ ആക്ഷേപിക്കാനല്ലേ എന്നുള്ള കാര്യം. നമുക്ക് ഉദാഹരണം കാണാന്നേ. ഈ അരൂർ തുറവൂർ ദേശീയപാതയിലേക്കാണ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതുവഴിയുള്ള യാത്ര, ഇതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ആ ദുരിത യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടാകും. ഈ കൊച്ചി വൈറ്റിലയിലെ സിഗ്നലും കഴിഞ്ഞ് കുമ്പളത്ത് ടോളും എടുത്ത് പണ്ട് അരൂരിലേക്ക് നേരെ ഒരു പോക്കായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒറ്റ പോക്ക്, അങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട, നല്ല റോഡ്, നല്ല യാത്രയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. അതൊക്കെ മുൻപ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ആ യാത്രയുടെ സുഖം അങ്ങ് കുറച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് അരൂരിൽ നിന്ന് ഒന്ന് ചേർത്തല വരെ വരാൻ എത്ര മണിക്കൂർ എടുക്കും? അരൂരിൽ നിന്ന് ചേർത്തല വരെ, അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള ഭാഗത്തെ സ്ഥിതി എന്താണ്? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വഴി കിടക്കുകയല്ലേ. ഒരു സംവിധാനവും, ഒരു പകരം സംവിധാനവും ഒന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇവിടെ NH66 പൂർത്തിയാക്കുമ്പോൾ നന്നാവും, ഗംഭീരമാണ്. സ്വന്തം കണ്ണാലെ കണ്ടല്ലോ. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മനോരമ മാപ്ര ചാനലിൽ നിന്ന് ഒരു വിഷയം പറയും, അത് സതീശൻ നേരെ സഭയിൽ പറയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. രണ്ടും മനോരമയുടെ അവതാരകർ തന്നെയാണ്. ഒരാളുടെ ഉത്തരവാദിത്തം ശമ്പളത്തിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ വായിക്കുക, മറ്റൊരാൾ മനോരമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് സഭയിൽ പോയി അതേപടി വായിക്കുക. വാക്കുകളിൽ മാത്രം ചെറിയ വ്യത്യാസം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത്രയും കാലം എറണാകുളത്തേക്ക് യാത്ര ചെയ്യാത്ത വ്യക്തിയായിരുന്നോ സതീശൻ? സതീശന് എറണാകുളത്തേക്കുള്ള യാത്ര ദുരിതമാകുന്നത് മനോരമ പറയുമ്പോൾ മാത്രമാണോ? ഇതാണ് ഈ നാട്ടിലെ കൂട്ടുകച്ചവടമെന്ന് പറയുന്നത്. പല വിഷയങ്ങളിലും മനോരമയ്ക്ക് വേണ്ടിയാണ് സതീശൻ നിലകൊള്ളുന്നത്. തൻ്റെ വളർച്ചയ്ക്കും തൻ്റെ മുന്നോട്ട് പോക്കിനും തൻ്റെ പ്രശസ്തിക്കും മനോരമയെ ആവശ്യമുണ്ട്. മനോരമയ്ക്ക് റീച്ചിനും അവരുടെ വാർത്തയ്ക്ക് ഇമ്പാക്റ്റിനും സതീശനെയും ആവശ്യമുണ്ട്. പരസ്പര ധാരണയോടുകൂടി വിഷയങ്ങളെ ഒരുമിച്ചിരുന്ന് അജണ്ട സെറ്റ് ചെയ്ത് സർക്കാരിനെതിരെ വാർത്തയുണ്ടാക്കി ഒരാളെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലും മറ്റൊരാളെ കൊണ്ട് സഭയിലൊക്കെ അവതരിപ്പിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു. എങ്ങനെയുണ്ട്? ഇതൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ചിലർക്ക് മനസ്സിലാകാറില്ല. കാര്യം ഇതൊക്കെ കൃത്യമായി അജണ്ട വച്ച് സെറ്റ് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രിയായി സതീശനെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ മനോരമയുടെ ആവശ്യമാണ്. മനോരമയ്ക്ക് കാര്യമായിട്ടൊക്കെ ഫണ്ട് വെട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിടിവള്ളിയുള്ള ഒരാളെ ഇരുത്തണം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ഇറക്കി വിടണം. ദേശീയപാതയിൽ ഉണ്ടാകുന്ന സംഭവത്തിന് പോലും നേരെ സർക്കാരിനെ കുത്തണം. ഈ ദേശീയപാതയിലെ സംഭവമാണ്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോ കേന്ദ്ര സർക്കാരോ ആരും കുറ്റക്കാരല്ല. കുറ്റക്കാർ ആരാണ്? സംസ്ഥാന സർക്കാരും മാത്രമാണ്. PWD മന്ത്രിയായിട്ടുള്ള റിയാസ് മാത്രമാണ്. ഉദ്ദേശം വ്യക്തമല്ലേ? ആരാണോ തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അവർ വിമർശിക്കപ്പെടില്ല. അവരെ പൊതിഞ്ഞു പിടിക്കും. അവരെ സംരക്ഷിച്ചുകൊണ്ട് പൊതുശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ചില ഒത്തുകളികൾ നടക്കുന്നതും ചില ഗൂഢാലോചനകളും ചില തിരക്കഥകളൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നു എന്ന് സാധാരണക്കാരെ മനസ്സിലാക്കുക എന്നത് മാത്രമേ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് ഈ നാട്ടിലെ നാട്ടുനടപ്പ്. നിങ്ങൾ കരുതും ഈ നാട്ടിലെ പ്രശ്നം ഉൾക്കൊണ്ടാണ് ചെയ്യുന്നതെന്നും അല്ല. അരൂരുള്ള മനോരമയുടെ ഓഫീസിലേക്ക് വരുന്നവരുടെ ബുദ്ധിമുട്ട് അത് സതീശനിലൂടെ പറയിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അരൂരാക്കിയത്. അരൂരിനെ ഉയർത്തിക്കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മനോരമയുടെ ഓഫീസ് അരൂര് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സതീശന് കൈവിടാൻ പറ്റൂ. സതീശൻ അതിനെ നെഞ്ചോട് ചേർത്ത് സഭയിൽ അവതരിപ്പിച്ചതാണ് നിങ്ങൾ കേട്ടത്. പക്ഷേ ഇതിനെതിരെ ഒരക്ഷരം ദേശീയപാത അതോറിറ്റിക്കെതിരെയോ സുരേഷ് ഗോപിക്കെതിരെയോ അല്ലെങ്കിൽ വിശ്വ കുരുജിക്കെതിരെയോ മിണ്ടില്ലെന്നേ. അതൊക്കെയല്ലേ ധാരണ.